യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മയിൽ ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു. വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു. കുരിശുമരണത്തിന് മുന്നോടിയായി യേശുവിന്റെ പീഡാനുഭവങ്ങളുടെ ഓർമ്മ പുതുക്കാൻ ഇന്ന് വിവിധയിടങ്ങളിൽ ക്രൈസ്തവ സംഘടനകളുടെ നേതൃത്വത്തിൽ വിശ്വാസികൾ കുരിശിന്റെ വഴി നടത്തി. 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവപുത്രൻ മനുഷ്യനായി അവതരിക്കുകയും അവരുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശുമരണം വരിക്കുകയും ചെയ്തുവെന്ന ഐതിഹ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നത്. യേശുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഓരോ ദുഃഖവെള്ളിയും. മാനവരാശിയുടെ രക്ഷയ്ക്കും ലോകത്ത് നന്മ പുലരുന്നതിനും പാപങ്ങൾ സ്വയം ഏറ്റെടുത്ത് മുൾക്കിരീടവും ചൂടി കുരിശും തോളിലേറ്റി യേശുദേവൻ തന്റെ ജീവൻ ത്യാഗമായി അർപ്പിച്ചുവെന്നതാണ് വിശ്വാസം. തന്റെ ശിഷ്യന്മാരോടൊപ്പം അന്ത്യാത്താഴം കഴിച്ച് അവരുടെ കാലുകൾ കഴുകി വിനയത്തിന്റെ ഉദാത്ത മാതൃക കാണിച്ച പെസഹ വ്യാഴത്തെ തുടർന്നുള്ള ഈ ദിവസത്തിൽ യേശുക്രിസ്തുവിന്റെ പീഡാസഹനത്തെയും കാൽവരിമലയിലെ കുരിശുമരണത്തെയും ക്രൈസ്തവർ അനുസ്മരിക്കുന്നു. കുരിശുമരണത്തിന്റെ ഓർമ്മയിൽ പള്ളികളിൽ ഇന്ന് പ്രത്യേക പ്രാർത്ഥനയും ശുശ്രൂഷയും നടന്നു. യേശുവിന്റെ പീഡാനുഭവ വഴികളിലെ സംഭവങ്ങളെ അനുസ്മരിച്ചുകൊണ്ടുള്ള കുരിശിന്റെ വഴിയും വിവിധ ദേവാലയങ്ങളിൽ നടന്നു. കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രലിൽ നിന്നും ആരംഭിച്ച കുരിശിന്റെ വഴി ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കിന്റെ നേതൃത്വത്തിൽ നടന്നു. ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചുള്ള സന്ദേശമാണ് ദുഃഖവെള്ളിയെന്നും ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു. ദുഃഖവെള്ളി ദിവസം നമുക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സന്ദേശം ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ്. ആരെല്ലാം നമ്മൾ ഉപേക്ഷിച്ചാലും ദൈവം നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്നുള്ള ഏറ്റവും മഹത്തായ സന്ദേശമാണ്. അത് മാത്രമല്ല, നമ്മൾ പീഡിപ്പിക്കപ്പെടുമ്പോഴും നമ്മളെ ദുഃഖിപ്പിക്കുമ്പോഴും വേദനിപ്പിക്കുമ്പോഴൊക്കെ അതിനർത്ഥം കണ്ടെത്താൻ കഴിയുന്ന ഒരു സന്ദേശമാണ് ദുഃഖവെള്ളി നമുക്ക് നൽകുന്നത്. മരണത്തിനും അപ്പുറം കടന്നു ചെല്ലാൻ കഴിയുമെന്ന് യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുകയാണ് ഉയർപ്പോടുകൂടി. അപ്പോൾ ഈ സന്ദേശം എന്താണെന്ന് പ്രത്യേകമായിട്ട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓരോ മനുഷ്യനും മനുഷ്യരെ സ്നേഹിക്കാൻ പഠിക്കണം. ഓരോ മനുഷ്യനും ബന്ധങ്ങളുടെ കലവറയാകണം. അതിൻ്റെയൊക്കെ ഫലമായിട്ട് നമുക്ക് ഒരു പുതിയ സംസ്കാരം വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ദുഃഖവെള്ളിയോടുകൂടി യേശുവിൻ്റെ ചരിത്രം അവസാനിക്കുന്നില്ല, മറിച്ച് ആ കല്ലറയെ പൊട്ടിച്ചുകൊണ്ട് തകർത്തുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ മരണത്തെ അവിടെ നിന്ന് ഉന്മൂലനം ചെയ്യുകയായിരുന്നു. അപ്പം അതുകൊണ്ട് ഈ ദുഃഖവെള്ളി എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രലിൽ നിന്നും ആരംഭിച്ച കുരിശിന്റെ വഴി സെന്റ് ജോസഫ് ദേവാലയത്തിൽ ബിഷപ്പിന്റെ സമാപന സന്ദർശനത്തോടെയാണ് അവസാനിച്ചത്. വൈകിട്ട് കുരിശാരാധനയും പ്രത്യേക പ്രാർത്ഥനയും ശുശ്രൂഷയും നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.